നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മഹാരാഷ്ട്രയെ നടുക്കിയ പുനെ ലോഹഗഡ് കോട്ട കൊലപാതക കേസിൽ ഞെട്ടിക്കുന്ന പുതിയ വിവരങ്ങളാണ് പുറത്തുവരുന്നത്. കേസിലെ മുഖ്യപ്രതിയായ 20-കാരി സിയ ഗോയൽ കൊല്ലപ്പെട്ട കേതൻ അഗർവാളുമായുള്ള വിവാഹ നിശ്ചയത്തിന് ശേഷം തന്റെ കാമുകൻ ചേതൻ ചൗധരിയെ രഹസ്യമായി വിവാഹം കഴിച്ചിരുന്നതായി പോലീസ് കണ്ടെത്തി. ഈ വരുന്ന നവംബറിലായിരുന്നു കേതനും സിയും തമ്മിലുള്ള വിവാഹം നടത്താൻ നിശ്ചയിച്ചിരുന്നത്. എന്നാൽ കഴിഞ്ഞ ജൂൺ 18-ന് പുനെയിലെ പ്രശസ്തമായ ലോഹഗഡ് കോട്ട സന്ദർശിക്കുന്നതിനിടെ കേതൻ മലമുകളിൽ നിന്ന് താഴേക്ക് വീണ് മരിക്കുകയായിരുന്നു. ആദ്യഘട്ടത്തിൽ അപകടമരണം എന്ന് കരുതിയ സംഭവത്തിൽ പോലീസ് നടത്തിയ ആഴത്തിലുള്ള അന്വേഷണത്തിലാണ് കേതനുമായുള്ള വിവാഹത്തിന് ഒട്ടും താല്പര്യമില്ലാതിരുന്ന സിയ കാമുകനുമായി ചേർന്ന് ആസൂത്രണം ചെയ്ത് നടപ്പാക്കിയ കൊലപാതകമാണിതെന്ന് തെളിഞ്ഞത്. കേസിലെ പുതിയ വഴിത്തിരിവനുസരിച്ച് 4 മാസം മുമ്പ് ഒരു രജിസ്ട്രാർ ഓഫീസിൽ വെച്ച് സിയും ചേതനും രഹസ്യമായി വിവാഹിതരായെന്ന വിവരമാണ് പുനെ റൂറൽ പോലീസിന് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരമാണ് ഇവർ വിവാഹിതരായിട്ടുള്ളത് എന്ന് സ്ഥിരീകരിക്കാൻ പോലീസ് ഔദ്യോഗിക രജിസ്ട്രേഷൻ രേഖകൾ വിശദമായി പരിശോധിച്ചു വരികയാണ്. നിയമപ്രകാരം ഈ വിവാഹം നടന്നിട്ടുണ്ടെങ്കിൽ ഫെബ്രുവരിയിൽ കേതനുമായി വലിയ ആഘോഷത്തോടെ നടന്ന വിവാഹ നിശ്ചയം നിയമപരമായി തന്നെ അസാധുവാക്കും. രഹസ്യ വിവാഹത്തിന്റെ സർട്ടിഫിക്കറ്റിൽ സാക്ഷികളായി ഒപ്പിട്ട സിയുടെ 2 കോളേജ് സുഹൃത്തുക്കളെയും പോലീസ് നിലവിൽ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു വരികയാണ്. ഇതിനിടെ പ്രതികൾ ഇരുവരും മാലയിട്ട് നിൽക്കുന്ന ചിത്രങ്ങൾ ഇവരുടെ സ്വകാര്യ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്തിരുന്നതായും കൊലപാതകത്തിന് ശേഷം ഇത് ഡിലീറ്റ് ചെയ്തതായും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. ഡിജിറ്റൽ തെളിവുകൾ ശക്തമാക്കുന്നതിനായി ഈ ചിത്രങ്ങൾ അക്കൗണ്ടിൽ നിന്ന് വീണ്ടെടുക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ് സൈബർ പോലീസ് സംഘം. നവംബറിൽ നടക്കാനിരുന്ന ഡെസ്റ്റിനേഷൻ വെഡിങ്ങിനായി കേതന്റെ കുടുംബം സിയുടെ ഔദ്യോഗിക തിരിച്ചറിയൽ രേഖകൾ അടിയന്തരമായി ആവശ്യപ്പെട്ടതോടെയാണ് കൊലപാതക ആസൂത്രണം പ്രതികൾ വേഗത്തിലാക്കിയത്. രേഖകൾ നൽകിയാൽ താൻ നേരത്തെ വിവാഹിതയായ വിവരം പുറത്താകുമെന്ന് സിയ ഭയന്നിരുന്നു. സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരം വിവാഹം കഴിക്കുമ്പോൾ നൽകേണ്ടി വരുന്ന നിർബന്ധിത പൊതു നോട്ടീസ് ഒഴിവാക്കി അതീവ രഹസ്യമായി വിവാഹം രജിസ്റ്റർ ചെയ്യാൻ ചേതൻ ഇടനിലക്കാർക്ക് വൻ തുക കൈക്കൂലി നൽകിയിട്ടുണ്ടോ എന്ന് പോലീസ് സംശയിക്കുന്നുണ്ട്. ഇതിന്റെ സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരാൻ ചേതന്റെ ബാങ്ക് അക്കൗണ്ട് വിവരങ്ങളും സാമ്പത്തിക ഇടപാടുകളും പോലീസ് ശേഖരിച്ചു വരികയാണ്. കേസിൽ അറസ്റ്റിലായ സിയ ഗോയലും കാമുകൻ ചേതൻ ചൗധരിയും നിലവിൽ ജുഡീഷ്യൽ കസ്റ്റഡിയിലാണ്. പ്രതിയായ സിയ ഗോയൽ സോനം രഘുവംശി എന്ന സ്ത്രീ മുൻപ് നടത്തിയ സമാനമായ ഒരു കൊലപാതകത്തെക്കുറിച്ചും ഓൺലൈനിലൂടെ വിശദമായി പഠിച്ചിരുന്നതായും പോലീസ് കണ്ടെത്തി. സിയയുടെ ഫോൺ രേഖകളും ഇന്റർനെറ്റ് തിരച്ചിൽ ചരിത്രവുമാണ് ഈ ആസൂത്രിത കുറ്റകൃത്യത്തിന്റെ ചുരുളഴിക്കാൻ പോലീസിനെ സഹായിച്ചത്. പഴയ കേസിലെ പിഴവുകൾ മനസ്സിലാക്കി കൂടുതൽ സുരക്ഷിതമായ വ്യാജ തെളിവുകൾ നിർമ്മിക്കാനും പോലീസിനെ കബളിപ്പിക്കാനും സിയ ശ്രമിച്ചിരുന്നു. കാമുകനായ ചേതൻ ചൗധരിയുടെ സഹായത്തോടെ കേതനെ കൊക്കയിലേക്ക് തള്ളിയിട്ടാണ് ഇവർ കൊലപ്പെടുത്തിയത്. ഈ കൃത്യത്തിൽ പ്രതികൾക്ക് യാതൊരുവിധ കുറ്റബോധവുമില്ലെന്നും അന്വേഷണ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നു. വിശദാംശങ്ങൾ പുറത്തു വന്നതോടെ രാജ രഘുവംശിയുടെയും കേതൻ അഗർവാളിന്റെയും കൊലപാതകങ്ങൾ തമ്മിൽ വിചിത്രമായ സാമ്യങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. 2 കേസുകളിലും ഇരകളെ പങ്കാളികൾ മലഞ്ചെരുവിൽ നിന്ന് തള്ളിയിടുകയായിരുന്നു. ഭർത്താവിനെ കൊല്ലാൻ സോനം രഘുവംശി മെനഞ്ഞ പദ്ധതിയിൽ നിന്ന് സിയ ഗോയലും കാമുകനും കൂട്ടാളിയുമായ ചേതൻ ചൗധരിയും പാഠങ്ങൾ പഠിച്ചിരുന്നതായി പോലീസ് പറഞ്ഞു. 2 കേസുകൾ തമ്മിൽ സാമ്യമുണ്ടെങ്കിലും സോനം രഘുവംശിയുടെ തെറ്റുകളിൽ നിന്ന് പലതും മനസ്സിലാക്കിയ സിയ മികച്ച ആസൂത്രണവും മെച്ചപ്പെട്ട അലൈഭകളും, അതായത് കൃത്യം നടന്ന സമയത്ത് മറ്റൊരിടത്തായിരുന്നു എന്ന വാദം തയ്യാറാക്കിയെന്നും പോലീസ് വിശ്വസിക്കുന്നു. ഇത് പോലീസിനെ കേസ് തെളിയിക്കുന്നതേറെ ബുദ്ധിമുട്ടാക്കി. അന്വേഷണത്തിനൊടുവിലുണ്ടായ ഒരു വെളിപാടിലൂടെയാണ് തങ്ങൾക്ക് ഈ കേസിലെ വഴിത്തിരിവ് ലഭിച്ചതെന്നും പോലീസ് പറയുന്നു. ഒരു സ്ട്രീം ഓഫ് കോൺഷ്യസ് നോവലിലെ പോലെ പ്രതികൾ കുറ്റം സമ്മതിക്കുന്നത് വരെ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് അലഭൈകളുടെ പല അടരുകളും പരിശോധിക്കേണ്ടി വന്നു. പോലീസ് കസ്റ്റഡിയിലെ കുറ്റസമ്മതം കോടതി തെളിവായി എടുക്കില്ലെങ്കിലും ഒരു കൊലപാതക കേസിന്റെ അന്വേഷണത്തിൽ തെളിവുകൾ ശേഖരിക്കുന്നതിന് ഇത് സഹായിക്കും. വിർജീനിയ വുൾഫിന്റെ പ്രശസ്തമായ മിസസ് ഡാലോവേ എന്ന നോവലിലെ പോലെ കേതൻ അഗർവാളുമായുള്ള വിവാഹത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഏക വഴി കൊലപാതകമാണെന്ന് വിശ്വസിച്ച സിയ ഗോയലിന്റെ മനസ്സിൽ ഉണ്ടായിട്ടുള്ള അതേ ക്രമത്തിൽ തന്നെയാണ് യാഥാർത്ഥ്യത്തിലും കൊലപാതകം നടന്നതെന്ന് പോലീസ് പറയുന്നു. സിയ ഗോയലിന്റേത് ഒരു ക്രിമിനൽ ബുദ്ധിയാണോ എന്ന ചോദ്യത്തിന് ഇതൊരു നിരാശയിൽ നിന്നുണ്ടായ കുറ്റകൃത്യമായിരുന്നു. വ്യക്തിബന്ധങ്ങളും അവരുടെ ചിന്താഗതിയുമാണ്
ഇതാണ് ഏക പോംവഴി എന്ന് അവരെ വിശ്വസിപ്പിച്ചത്. കുടുംബങ്ങൾ തമ്മിലുള്ള ഇടപാടുകളും അവരുടെ തീരുമാനത്തിൽ പങ്കുവച്ചിട്ടുണ്ട് എന്നാണ് അന്വേഷണവുമായി ബന്ധപ്പെട്ട ഒരു ഉദ്യോഗസ്ഥൻ പറഞ്ഞതെന്നും റിപ്പോർട്ട് ചെയ്യുന്നു. ചേതനെ കൊല്ലാനുള്ള സിയുടെ തീരുമാനത്തിന് പിന്നിൽ ഒന്നിലധികം ഘടകങ്ങളുണ്ട്. കുടുംബപരവും സാമൂഹികമായ വിശ്വാസങ്ങൾ തീർച്ചയായും അതിലൊന്നാണ്. കേതൻ അഗർവാളിനെ ഇല്ലാതാക്കാനുള്ള അവരുടെ തീരുമാനത്തിന് പിന്നിൽ ഒന്നല്ല, മറിച്ച് ഒന്നിലധികം ഘടകങ്ങൾ കൂടി ചേർന്ന മാനസിക നിലയാണെന്നാണ് അന്വേഷണം സൂചിപ്പിക്കുന്നത്. ആർത്ഥത്തിൽ കുറ്റകൃത്യം ചെയ്യാനുള്ള ഉദ്ദേശം അവർക്കുണ്ടായിരുന്നു. കണ്ടെത്തലുകളിൽ നിന്നും വിചാരണയിൽ നിന്നും ഒരുപക്ഷെ ശിക്ഷയിൽ നിന്നും രക്ഷപ്പെടാൻ അലഭൈകൾ ആസൂത്രണം ചെയ്തുകൊണ്ട് അവർ അത് നടപ്പിലാക്കിയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കേതൻ അഗർവാളിനെ കൊലപ്പെടുത്തിയതിൽ സിയ ഗോയലിനും ചേതൻ ചൗധരിക്കും നിലവിൽ യാതൊരു ഖേദവുമില്ലെന്നും അവർ പശ്ചാത്താപത്തിന്റെ ലക്ഷണങ്ങളൊന്നും കാണിക്കുന്നില്ലെന്നും പോലീസ് ഉദ്യോഗസ്ഥർ പറഞ്ഞു. ജയിലിലെ താമസം സാധാരണയായി അതിക്രൂരരായ കുറ്റവാളികളെ പോലും തളർത്താറുണ്ട്. ഇപ്പോൾ ഇരുവരും ജുഡീഷ്യൽ കസ്റ്റഡിയിലായതിനാൽ ജയിലിൽ കഴിയുന്നതോടെ അവർക്ക് തങ്ങളുടെ തെറ്റിനെ കുറിച്ച് ബോധമുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാമെന്നാണ് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. അതേസമയം നിരന്തരമായ ചോദ്യം ചെയ്യലുകളില്ലായിരുന്നുവെങ്കിൽ രണ്ടുപേരും പിടിക്കപ്പെടാതെ രക്ഷപ്പെടുമായിരുന്നുവെന്നും പോലീസ് പറയുന്നു. കേതന്റെ മരണം അപകടമാണെന്ന് കുടുംബം വിശ്വസിച്ചിരുന്നില്ല. കൂടാതെ ലോഹഗഡ് കോട്ടയിലെ ട്രക്കിങ്ങിനിടെ അദ്ദേഹം വീണ സ്ഥലം മറ്റു സ്ഥലങ്ങളെ പോലെ അത്ര അപകടമില്ലാതിരുന്ന എന്നത് പോലീസിന് സംശയമുണ്ടാക്കി. സാഹചര്യ തെളിവുകൾ മാത്രമുണ്ടായിരുന്ന കേസിൽ കൂടുതൽ ഡിജിറ്റൽ തെളിവുകൾ കണ്ടെത്താനുള്ള പോലീസിന്റെ നീക്കവും നിർണായകമായി. കൊലപാതകം ആസൂത്രണം ചെയ്യുന്ന സമയത്ത് ഇരുവരും വിശദമായ ഗവേഷണം നടത്തിയിരുന്നതായും രാജാ രഘുവംശിയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് പ്രസിദ്ധീകരിച്ച ചില വാർത്താ റിപ്പോർട്ടുകൾ അവർ വായിച്ചിരുന്നതായും വിശ്വസിക്കാൻ പോലീസിന് നിരവധി കാരണങ്ങളുണ്ട്. ഈ കേസിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് പോലീസ് ആദ്യം മുതൽ തന്നെ കേതന്റെ കേസിന്റെ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോയിരുന്നത്. രണ്ട് കേസുകളും തമ്മിലുള്ള സാമ്യം ആ സമയത്ത് തന്നെ പോലീസിൽ പല സംശയങ്ങളും ഉയർത്തിയിരുന്നു. രാജാ രഘുവംശിയുടെ കൊലപാതകം അദ്ദേഹത്തിന്റെ നവവധുവായ സോനം രഘുവംശിയാണ് ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയത്. രാജാ രഘുവംശിയെ ആദ്യം കൊലപ്പെടുത്തുകയും ശേഷം മൃതദേഹം വിജനമായ സ്ഥലത്തെ മലഞ്ചെരുവിൽ നിന്ന് താഴേക്ക് എറിയുകയുമായിരുന്നു സോനം ചെയ്തത്. എന്നാൽ കേതന്റെ കേസിൽ സിയയും ചേതനും ചേർന്ന് ഒന്നിച്ചാണ് കേതനെ മലഞ്ചെരുവിൽ നിന്ന് തള്ളിയിട്ടത്. സിയ തനിയെ തള്ളിയാൽ കേതൻ താഴെയുള്ള കൊക്കയിലേക്ക് വീഴുമെന്ന് ഉറപ്പില്ലാത്തതിനാലാണ് അവർ ഇത്തരം ഒരു പദ്ധതി തയ്യാറാക്കിയത്. സിയ ഗോയലിൽ നിന്ന് പിടിച്ചെടുത്ത മൊബൈൽ ഫോണിലെ ബ്രൗസിംഗ് ഹിസ്റ്ററി പരിശോധിച്ചപ്പോൾ മേഘാലയയിൽ നടന്ന രാജാ രഘുവംശി കൊലപാതകത്തിന്റെ വിശദാംശങ്ങൾ അവർ പരിശോധിച്ചിരുന്നതായും കണ്ടെത്തിയെന്ന് പോലീസ് അറിയിച്ചു. പോലീസ് കസ്റ്റഡിയിൽ സ്ത്രീകളെ മർദ്ദിക്കാറുണ്ടോ എന്നും വനിതാ തടവുകാരുടെ അവകാശങ്ങൾ എന്തൊക്കെയാണെന്നും അവർ ഇന്റർനെറ്റിൽ പരിശോധിച്ചതായും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. സിയയുടെ വീട്ടിൽ നിന്ന് പിടിച്ചെടുത്ത രണ്ടാമത്തെ മൊബൈൽ ഫോണിൽ നിന്നും കൊലപാതകത്തിന്റെ ആസൂത്രണത്തെയും നടത്തിപ്പിനെയും കുറിച്ചുള്ള കൂടുതൽ സൂചനകൾ ലഭിച്ചേക്കാം. ഈ മൊബൈൽ ഫോണും ഫോറൻസിക് പരിശോധനയ്ക്കായി അയച്ചിരിക്കുകയാണ്.